നമ്മൾ ഈ കുറ്റിക്കാട് ഇത്രയും ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലുമായിട്ടൊക്കെ ബന്ധം കാണും. തിരുവനന്തപുരം കരുമത്ത് മരുതൂർക്കടവ് പാലത്തിൻ്റെ അടുത്താണ് ഈ കാണുന്ന കൊച്ചു വീട്. ഇവിടെയാണ് ഷീജയും സഹോദരിയും അമ്മയും 2 വർഷം മുൻപ് വരെ ഒരുമിച്ച് താമസിച്ചിരുന്നത്. 3 പേരും ചെറിയ ജോലികൾ തേടി പല വഴിക്ക് പോയത് കൊറോണയ്ക്ക് ശേഷമാണ്. ഷീജയ്ക്ക് 48 വയസ്സ് പ്രായമുണ്ട്. ജോലി കഴിഞ്ഞെന്നും വൈകുന്നേരം കൈമനത്ത് ബസ് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയിലാണ് ഷീജ ഇവിടം വരെ വന്നിരുന്നത്. അങ്ങനെ പരിചയപ്പെട്ട തന്നേക്കാൾ ഇളയ ഒരു ചെറുപ്പക്കാരനുമായി ഷീജ അടുപ്പത്തിലാകുന്നു. കൊച്ചിവിടെ ഏതോ ഒരു കടയിലോ ഇവിടെ ആയിരിക്കാം. ആ എന്താ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ കൈമനത്ത് ഇരിക്കുമ്പോഴേ ഈ കൊച്ചു വരുന്നതൊക്കെ കാണാം. ആ ഒറ്റപ്പെട്ട ആ ഒരു സ്ഥലത്ത് ഇവർ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒരു ഡൗട്ട്. അതാണ് വിഷയം. കാരണം വിജനമായ ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് പോകാനേ വഴിയുള്ളൂ. ആ വഴി കണ്ടുപിടിച്ച് ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു, അതാണ് വിഷയം. അത് എനിക്കൊരു ഉണ്ട്. അല്ലാതെ ഇവിടെ താമസിക്കുന്ന ഒരു കൊച്ച് ഈ കുറ്റിക്കാട് ഇത്രയും ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലുമായിട്ടൊക്കെ ബന്ധം കാണും. പിന്നെ ഈ അയൽവാസികളാണ് കണ്ടത് രാത്രി 10 മണിക്ക് ഇങ്ങനെ തീ വരുന്നത്. കണ്ട് അവർ ഫോൺ ചെയ്ത് പോലീസിനെ വിളിച്ച് അവർ വന്ന് നോക്കി. അപ്പോഴേനെ ഒരു 10 പോലീസുകാരന്മാരെ അവിടെ അവർ മറകെട്ടി ക്ലിയർ ആക്കി വെച്ചു. ഈ വീട്ടിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല പരാതിയോ? അത് ഇനി മേലെ അറിയാക്കുള്ളൂ. അത് ഇനി പോലീസ് കേസായി. ഇനിയിപ്പോൾ ഈ മരണമെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ മരണം കഴിഞ്ഞ് ശേഷം മാത്രമല്ലേ നമുക്കിത് എങ്ങനെയാണെന്ന് അറിയാവുള്ളൂ. അതാണ് ഇത് എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാവുള്ളൂ. അന്നും പതിവ് പോലെ ഷീജ കൈമനത്ത് ബസ് ഇറങ്ങി. പരിചയമുള്ളതാണ് ഈ ഫ്രൂട്ട് ഷോപ്പ്. അവിടെ തൻ്റെ ഫോണും പേഴ്സും ഏൽപ്പിച്ചിട്ട് പിന്നെ ഷീജ പോയത് തിരിച്ചു വരാനാകാത്ത ഒരു ലോകത്തേക്ക്. ജീവിതമോ പ്രണയമോ കാമമോ അവളെ ഒരുപക്ഷെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇതുവഴി പോയതാവാം. യാന്ത്രികമായി മരവിച്ച മനസ്സും ശരീരവുമായി അവൾ ഇതുവഴി വന്നിട്ടുണ്ടാവണം. കുറ്റിക്കാട് എന്നത് ഈ സ്ഥലത്തിൻ്റെ പഴയ പേരാണ്. കൈമനത്തെ ഒരു പേര് കേട്ട ആശ്രമത്തിൻ്റെ വകയാണ് ഈ സ്ഥലം ഇപ്പോൾ. അവരുടെ തന്നെ സ്കൂൾ കെട്ടിടം ഇതിൻ്റെ ഒരു മതിൽ അപ്പുറത്താണ്. വാർഡ് കൗൺസിലറും മറ്റ് സ്ഥലത്തെ പ്രമുഖരുമൊക്കെ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. പോലീസ് ആൾമറ വലിച്ചുകെട്ടി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയാണ്. ഡെഡ് ബോഡി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരും. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് ആളൊഴിഞ്ഞ ഈ പറമ്പിൽ വലിയ നിലവിളിയും ഉജ്ജ്വലമായ തീയുടെ പ്രകാശവും പരന്നത്. ഒരാൾ ഇവിടെ കണ്ട കാഴ്ച പറഞ്ഞാൽ തലപെരുക്കും. വാഴത്തോട്ടത്തിനിടയിൽ ജീവൻ കത്തിയാളുന്ന ഒരു തീരൂപം. ആ തീക്കുണ്ടിൽ നിന്ന് പ്രാണൻ്റെ അലമുറയിട്ട നിലവിളി ആർത്തനാദം പുറത്തേക്ക് വരുന്നു. റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ആൾക്കാരും പോലീസുമൊക്കെ ഓടിക്കൂടി കുറ്റിരട്ടത്ത് കത്തിക്കരിഞ്ഞ മനുഷ്യ ശരീരത്തിൽ നിന്നുയരുന്ന അഗ്നി വിഴുങ്ങിയ മാംസത്തിൻ്റെ പുകച്ചുരുളുകൾ, അതിൽ നിന്ന് പരക്കുന്ന ഗന്ധം. രാത്രി മുഴുവൻ ആളാരെന്ന് തിരിച്ചറിഞ്ഞില്ല. പുലർച്ചെ ചില ആൾക്കാർ ചില സംശയങ്ങൾ മുന്നോട്ട് വച്ചു. നാട്ടുകാർ പലതും അടക്കം പറഞ്ഞു തുടങ്ങി. രാവിലെ അന്വേഷണവും ആൾത്തിരക്കും ഒക്കെ നടക്കുമ്പോൾ ആ 33-കാരനും ഇവിടെ ഉണ്ടായിരുന്നു, ഷീജയുടെ ആൺസുഹൃത്ത്. മുൻപ് പറഞ്ഞു നിർത്തിയ ആ കഥയിലേക്ക് അഥവാ കാര്യത്തിലേക്ക് ഇനി നമുക്ക് തിരികെ പോകണം. കൈമനത്ത് ജോലി കഴിഞ്ഞ് ബസ് ഇറങ്ങുന്ന ഷീജയ്ക്ക് ഒരു ഓട്ടോ, അത് മാത്രമാണ് ഇഷ്ടം. അതിൻ്റെ ഡ്രൈവർ ഊർജ്ജസ്വലനായ ഒരു 33 വയസ്സുകാരനാണ്. എന്നും ഒരേ ഓട്ടോ, 2 കിലോമീറ്റർ ദൂരം. ആ ശീലം അവർ തമ്മിലുള്ള അടുപ്പത്തിലേക്കും ബന്ധത്തിലേക്കും വഴിവിട്ട ചില ഇടപാടുകളിലേക്കും ഒക്കെ പോയി എന്നാണ് നാട്ടുവർത്തമാനം. ബന്ധുക്കൾ ഇതൊക്കെ അറിഞ്ഞതോടെ വീട്ടിൽ ചില്ലറ കശവിശയൊക്കെ ഉണ്ടായി. ഷീജ അവിടെ നിന്ന് താമസം മാറ്റി. കൊച്ചുള്ളൂർ ഒരു ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേളാണ് ഷീജ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെവിടെയോ ഒരു ഹോസ്റ്റലിൽ കൂട്ടുകാരോടൊപ്പം താമസിച്ചു വരികയാണ് എന്ന് ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞത് ഈ പറമ്പിൻ്റെ സമീപത്ത് എവിടെയോ ഇടയ്ക്ക് വാടകയ്ക്ക് താമസിച്ചിരുന്നുവെന്നും ആ സമയത്തൊക്കെ ഈ ആൺസുഹൃത്തുമായി ബന്ധം നിലനിർത്തിയിരുന്നു എന്നും ഒക്കെ. ഇതൊന്നും വ്യക്തമല്ലാത്ത വിവരങ്ങളാണ്.
അതുകൊണ്ടാണ് അവർ പറഞ്ഞതൊന്നും അത്തരം ബൈറ്റുകളായി ഇടാത്തത്. ഒരുപക്ഷെ അതൊക്കെ കേസിനെ പ്രതികൂലമായോ മറ്റു ബാധിച്ചാലോ എന്നുള്ളത് കൊണ്ട്. എന്തായാലും ആ യുവാവുമായുള്ള അടുപ്പം തുടരവേ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഷീജയുടെ അമ്മ ദൂരെ ഏതോ സ്ഥലത്ത് വീട്ടുജോലിക്ക് നിൽക്കുകയാണ്. അവരൊക്കെ വന്നിട്ടുണ്ട്. ആ വീട്ടിൽ അവരോട് അന്വേഷിക്കുമ്പോൾ പ്രധാനമായും പറയുന്നത് മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് തന്നെയാണ്. മരണത്തിലൊരു ദുരൂഹതയുണ്ട്. കാരണം മരണത്തെ ഭയമുള്ള ഷീജ, അഗ്നിയെ ഭയമുള്ള ഷീജ സ്വയം കൊളുത്തി മരിക്കുക, തീയിൽ പ്രാണനർപ്പിക്കുക എന്ന് പറയുന്നത് അവർക്കാർക്കും വിശ്വസിക്കാനാകുന്നില്ല. അവരുടെയൊക്കെ മുഖം, അവരുടെയൊക്കെ ദീനവിലാപം ഒക്കെ വീഡിയോയിൽ കൊണ്ടുവരണ്ട എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ തയ്യാറെടുപ്പോടുകൂടിയാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. അവരങ്ങനെയല്ല. അവർ വേദനിക്കുന്ന മനസ്സാണ്. അവരുടെ പറന്നു കിടക്കുന്ന തലമുടിയും കലങ്ങിയ കണ്ണുകളും നമ്മൾ കാണിച്ചുകൊണ്ട് എന്തു പറയാനാണ്? അത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു മനസ്സല്ലേ നമുക്കൊക്കെ ഉള്ളത്. ആ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഒരു 5000 രൂപ തൻ്റെ കയ്യിലുണ്ടെന്നും ഒരു പുതിയ ഡ്രസ്സ് അമ്മയ്ക്ക് വേണ്ടി താൻ വാങ്ങി വച്ചിട്ടുണ്ടെന്നും ഷീജ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്. ഇനി അമ്മ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണുമ്പോൾ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞതായും പറയുന്നു. പിന്നെ അനുജത്തിക്കും ചേച്ചിയെ കത്തിക്കരിഞ്ഞ നിലയിൽ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ വലിയ വേദനയുണ്ട്. ബന്ധുക്കളുടെ മൊഴിയൊക്കെ പോലീസ് എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു ദിവസം നീണ്ട ചോദ്യം ചെയ്യലിലും ഫോൺ പരിശോധനയിലും കാര്യമായ പങ്ക് വെളിപ്പെട്ടതുകൊണ്ടാവണം പോലീസ് ആൺ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു എന്നാണ് ആ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ പ്രസിഡൻറ്റിനെ വിളിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത്. അത് പിറ്റെന്നാണ്. ആ കടും നീല ചുരിദാറിട്ടതാണ് ഷീജയുടെ സഹോദരി. അവരുടെ മൊഴികളിലാകെ നിറഞ്ഞു നിൽക്കുന്നത് മരണത്തിൻ്റെ ദുരൂഹത തന്നെയാണ്. 1-2 ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്തതായുണ്ട്. ഈ വിജനമായ വാഴത്തോപ്പ് ഇവർക്ക് എങ്ങനെ അറിയാം? അന്ന് രാത്രി 10 മണിവരെ ഇവർ എവിടെയാണ് ഉണ്ടായിരുന്നത്? കൈമനത്തെ ഷോപ്പിൽ മൊബൈൽ ഏൽപ്പിച്ചത് എന്തിനാവും? ആരെങ്കിലും ആ മൊബൈലും പേഴ്സും തട്ടിപ്പറിച്ച് നശിപ്പിച്ചു കളയുമോ എന്ന് അവർ ഭയന്നിരുന്നോ? ആ മൊബൈൽ അഥവാ സത്യം പറയുന്ന ഒരു തെളിവായി അവശേഷിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നോ? ഉത്തരം കിട്ടാത്ത ചില മണിക്കൂറുകൾ ജീവിതത്തിനും മരണത്തിനുമിടയ്ക്ക് ഷീജയ്ക്കുണ്ടായിരുന്നല്ലോ. ആ സമയം അവർ ആരോടൊപ്പമായിരുന്നു? ആ യുവാവ് അന്നവിടെ ഇല്ലായിരുന്നുവെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. വീട്ടുകാരെന്ന് പറഞ്ഞാൽ വൃദ്ധ മാതാപിതാക്കളാണ്. രാവിലെ തന്നെ ഒരു വണ്ടി കൊടുക്കാനായി അയാൾ നാഗർകോവിലേക്ക് പോയി എന്നും പിന്നെ തിരിച്ചു വന്നത് പിറ്റേന്ന് 8:30-ക്കാണ് എന്നുമാണ് ആ പാവം വൃദ്ധ മാതാവ് നമ്മോട് പറഞ്ഞത്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധനകൾ കഴിഞ്ഞു. ഇൻക്വസ്റ്റും തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ പറയാനുള്ളത്, ഏത് സാഹചര്യത്തിലും ആത്മബലം കൈവിടാതെ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ജീവിക്കുക.